നമസ്കാരം എസ് ടി വി ഈവനിംഗ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നടപടികൾ വൈകിയതിന്റെ കാരണം ജസ്റ്റിസ് ഹേമ നൽകിയ കത്തെന്ന് മുൻ സാംസ്കാരിക മന്ത്രി എ.കെ. ബാലൻ. ഇരകൾ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സ്വകാര്യത മാനിക്കണമെന്ന് കത്തിൽ നിർദ്ദേശിച്ചിരുന്നു. സർക്കാരിന് ഈ വിഷയത്തിൽ ഒന്നും ഒളിച്ചുവെക്കാനില്ലെന്നും കോടതി അനുമതി നൽകിയ സാഹചര്യത്തിൽ ശക്തമായ തുടർ നടപടികൾ ഉണ്ടാകുമെന്നും എ.കെ. ബാലൻ. പി.കെ. ശശി വ്യാജ പരാതി ഉണ്ടാക്കി തന്നെ കൊടുക്കാൻ ശ്രമിച്ചെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ലെന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. ചില മാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ചു വന്ന വാർത്തയെക്കുറിച്ച് അറിയില്ല. പാർട്ടിയിലെ കാര്യങ്ങൾ മാധ്യമങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ബ്രാഞ്ച് അംഗത്തിന് KTDC ചെയർമാൻ പദവിയിലിരിക്കാൻ പാടില്ലെന്ന് എവിടെയും പറഞ്ഞിട്ടില്ലെന്നും EN സുരേഷ് ബാബു. അമ്പലപ്പാറ പഞ്ചായത്തിലെ ചുനങ്ങാട് മലപ്പുറത്ത് പാതയോരത്ത് കഞ്ചാവ് ചെടി കണ്ടെത്തി. മലപ്പുറം സ്കൂളിന് സമീപത്തെ വളവിൽ പാഴ്ചെടികൾക്കിടയിൽ കണ്ടെത്തിയത് 1 മാസം വളർച്ചയെത്തിയ കഞ്ചാവ് ചെടി. സംഭവത്തിൽ ഒറ്റപ്പാലം പോലീസ് അന്വേഷണം തുടങ്ങി. ഓങ്ങല്ലൂരിൽ വികസന മുരടിപ്പ് ആരോപിച്ച് BJP. പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച്. കേന്ദ്ര പദ്ധതികൾ ഭരണസമിതി അട്ടിമറിക്കുകയാണെന്നും ആക്ഷേപം. എലവഞ്ചേരിയിൽ കുടുംബശ്രീ അഴിമതിയിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ യുവമോർച്ച ധർണ. വാർത്തകൾ വിശദമായി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നടപടികൾ വൈകിയതിന്റെ കാരണം ജസ്റ്റിസ് ഹേമ നൽകിയ കത്തെന്ന് മുൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി എ.കെ. ബാലൻ. സ്വകാര്യത മാനിക്കണമെന്നായിരുന്നു കത്തിലെ നിർദ്ദേശം. ഇരകളുടെ സ്വകാര്യത മാനിക്കണമെന്ന നിർദ്ദേശം പരിഗണിച്ചാണ് റിപ്പോർട്ട് അന്ന് പുറത്തുവിടാതിരുന്നതെന്നും എ.കെ. ബാലൻ പാലക്കാട് പറഞ്ഞു. ഇരകൾ നൽകിയ മൊഴികളുടെ അടിസ്ഥാനത്തിൽ സ്വകാര്യത മാനിക്കണമെന്ന് നിർദ്ദേശിച്ച് ജസ്റ്റിസ് ഹേമ സർക്കാരിന് കത്ത് നൽകിയിരുന്നു. ഇത് മാനിച്ചാണ് റിപ്പോർട്ട് പുറത്തുവിടാതിരുന്നത്. കോടതി തന്നെ അനുമതി നൽകിയ സാഹചര്യത്തിൽ സർക്കാർ ശക്തമായ തുടർ നടപടികൾ സ്വീകരിക്കും. സർക്കാരിന് ഈ വിഷയത്തിൽ ഒന്നും ഒളിച്ചുവെക്കാനില്ല. ഇത്രയും കാര്യങ്ങൾ ഹേമ കമ്മിറ്റിയുടെ മുമ്പാകെ വെളിവാക്കപ്പെട്ടതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതിൻ്റെ സ്വകാര്യതയാണ്. മൊഴി കൊടുത്ത ആൾക്കാർ ഒരു രൂപത്തിലും ഇത് പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്നും ഇത് സ്വകാര്യമായി വെക്കണമെന്നും ഇതിൻ്റെ ഭാഗമായി ഏതെങ്കിലും രൂപത്തിലുള്ള ക്രിമിനൽ നടപടികൾക്ക് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നും കമ്മീഷൻ മുമ്പാകെ കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട കമ്മിറ്റി, ഹേമ കമ്മിറ്റി, ഗവൺമെൻറ്റിനൊരു കത്ത് കൊടുത്തത്. ആ കത്തിൽ സൂചിപ്പിച്ചത് ഇത് സ്വകാര്യമായി വെക്കണം, ഇതിൻ്റെ ഭാഗമായിട്ടുള്ള തുടർ നടപടികൾ, ക്രിമിനൽ നടപടികൾ വ്യക്തിപരമായി ഉന്നയിച്ച ആൾക്കാർക്ക് തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് അവരുടെ സ്വകാര്യത ഉറപ്പുവരുത്തണം എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട ഗവൺമെൻറ് വെച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ മുമ്പിൽ വന്ന എല്ലാ പരാതികളും ഇപ്പോൾ പരിശോധിക്കുകയാണ്, FIR ഇടുകയാണ്, ചിലരുടെ സ്ഥാനം തെറിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനേക്കാളും അപ്പുറം ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം യാതൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഇനിയിപ്പോൾ ഈ പരാമർശം ബഹുമാനപ്പെട്ട കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജസ്റ്റിസ് ഹേമ പറഞ്ഞതിനപ്പുറം കടക്കുന്നതിന് ഗവൺമെൻറ്റിന് ഇപ്പോൾ സാധിക്കും. അങ്ങനെ ഒരു വഴി ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തുറന്നിട്ടതിൻ്റെ ഭാഗമായി മുകേഷുമായി ബന്ധപ്പെട്ട നടപടിക്കും തടസ്സമുണ്ടാകില്ല. RSS ബന്ധം ചരിത്രം പരിശോധിച്ചാൽ ആർക്കെന്ന് വ്യക്തമാകും. RSSുമായി ബന്ധം പുലർത്തേണ്ട സാഹചര്യം CPMനില്ല. ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും അന്വേഷിക്കുന്നുണ്ട്. റിപ്പോർട്ട് കിട്ടാതെ മുഖ്യമന്ത്രി എങ്ങനെ പ്രതികരിക്കുമെന്നും എ.കെ. ബാലൻ പാലക്കാട്ട് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പി.കെ. ശശി വ്യാജ പരാതി ഉണ്ടാക്കി തന്നെ കൊടുക്കാൻ ശ്രമിച്ചെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ലെന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. സ്ത്രീ വിഷയത്തിൽ ജില്ലാ സെക്രട്ടറിയെ കൊടുക്കാൻ പി.കെ. ശശി ശ്രമിച്ചെന്നും ഇതിനായി നിരവധി തവണ കോയമ്പത്തൂർ യാത്ര നടത്തിയെന്നുമുള്ള മാധ്യമ വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു EN സുരേഷ് ബാബു. പിന്നെ ജില്ലാ സെക്രട്ടറിയെ കൊടുക്കാൻ തയ്യാറായി എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്കെങ്ങനെ കിട്ടി? അതാണ് പ്രശ്നം. ഞങ്ങളാരും എവിടെയും അത് പറഞ്ഞിട്ടില്ലല്ലോ. ജില്ലാ സെക്രട്ടറി ആകെ കൊടുക്കാൻ തയ്യാറായി പി.കെ. ശശി എന്നുള്ളത് ഞങ്ങളെവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷെ പത്രക്കാർ ഇതിനെ വ്യാഖ്യാനിക്കണു എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം.
പിന്നെ നിങ്ങളോട് പറയേണ്ട കാര്യം പറയേണ്ട സമയത്ത് കൃത്യമായി പറയാൻ ഞങ്ങൾക്കൊരു പ്രയാസവുമില്ല. പക്ഷെ നിങ്ങളെ കൊണ്ട് പറയേണ്ട കാര്യം പറയാവൂ. അല്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്നുള്ളതും ഇല്ല എന്നുള്ളതെല്ലാം ഞങ്ങൾ പറയേണ്ട സമയത്ത് പറയും. പാർട്ടിക്കുള്ളിൽ നടക്കുന്നതും പി.കെ. ശശിക്കെതിരായ നടപടിയുടെ കാരണങ്ങളും പുറത്തു പറയേണ്ട ആവശ്യമില്ല. ബ്രാഞ്ച് അംഗം കെ.ടി.ഡി.സി. ചെയർമാൻ പദവിയിൽ ഇരിക്കാൻ പാടില്ലെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. പി.കെ. ശശി നിലവിൽ പാർട്ടി മെമ്പറാണ്. അദ്ദേഹത്തിനെതിരെ കൂടുതൽ എന്തെങ്കിലും നടപടിയുണ്ടെങ്കിൽ അത് പറയേണ്ട സമയത്ത് പുറത്തറിയിക്കുമെന്നും സുരേഷ് ബാബു പാലക്കാട്ട് പറഞ്ഞു. ബ്രാഞ്ച് കമ്മിറ്റി അംഗത്തിന് ഒരു കോർപ്പറേഷൻ്റെ തലപ്പത്തിരിക്കാൻ പാടില്ല എന്ന് നിങ്ങളാരോടാ പറഞ്ഞത്? നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളുടെ പാർട്ടിയിൽ ഒരു കോർപ്പറേഷൻ്റെ തലപ്പത്തിരിക്കാൻ ചിലപ്പോൾ പൊതുവായി ഞങ്ങൾ കാണുന്ന ഒരാളെ ഏൽപ്പിക്കും. മനസ്സിലായി? അത് പാർട്ടിയുടെ തീരുമാനമാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. അമ്പലപ്പാറ പഞ്ചായത്തിലെ ചുനങ്ങാട് മലപ്പുറത്ത് റോഡരികിൽ കഞ്ചാവ് ചെടി കണ്ടെത്തി. 1 മാസം വളർച്ചയെത്തിയ കഞ്ചാവ് ചെടിയാണ് പോലീസ് കണ്ടെത്തിയത്. ചുനങ്ങാട് മലപ്പുറം സ്കൂളിന് സമീപത്തെ വളവിലാണ് കുറ്റിച്ചെടികൾക്കിടയിൽ വളരുന്ന കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. 18 സെന്റിമീറ്റർ നീളവും 1 മാസം വളർച്ചയും വരുന്ന ചെടിയാണ് ഒറ്റപ്പാലം പോലീസ് കണ്ടെത്തിയത്. ചൊവ്വാഴ്ച രാവിലെ 9:30 അമ്പലപ്പാറ ഭാഗത്ത് പട്രോളിംഗ് നടത്തുന്നതിനിടെയാണ് സംഭവം. പ്രദേശത്തെ ഇരുചക്രവാഹന റിപ്പയർ ഷോപ്പിന് മുന്നിൽ നാട്ടുകാർ കൂടി നിൽക്കുന്നത് കണ്ട് അന്വേഷിക്കുകയായിരുന്നു. കഞ്ചാവ് ചെടി കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ ഒറ്റപ്പാലം പോലീസ് അന്വേഷണം തുടങ്ങി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് നേരിടുന്നത് വികസന മുരടിപ്പാണെന്ന് ആരോപിച്ച് ബി.ജെ.പി. ഓങ്ങല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കേന്ദ്ര പദ്ധതികൾ ഭരണസമിതി അട്ടിമറിക്കുകയാണെന്നും ബി.ജെ.പി. ആരോപിച്ചു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് ബി.ജെ.പി. ഓങ്ങല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി നടത്തിയ മാർച്ച് മനക്കൽപ്പടി പരിസരത്ത് നിന്നും ആരംഭിച്ചു. പഞ്ചായത്ത് ഓഫീസിന് മുന്നിലെത്തിയ പ്രവർത്തകരെ പട്ടാമ്പി പോലീസ് എസ്.ഐ. മണികണ്ഠന്റെ നേതൃത്വത്തിലുള്ള പോലീസ് തടഞ്ഞു. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ വികസന മുരടിപ്പും കേന്ദ്ര പദ്ധതികൾ അട്ടിമറിക്കുന്നതും ചൂണ്ടിക്കാട്ടിയാണ് പ്രവർത്തകർ മാർച്ച് നടത്തിയത്. വർഷങ്ങളായി പഞ്ചായത്ത് ഭരിക്കുന്നവർ വികസന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാത്തവരാണെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്തു സംസാരിച്ച ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് കെ.എം. ഹരിദാസ് കുറ്റപ്പെടുത്തി. കാലങ്ങളായിട്ട് ഇവിടെ ഭരിക്കുന്നവർ, ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവർ ഒരു കാരണവശാലും ഈ പഞ്ചായത്തിന്റെ വികസനത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നുള്ളതിന്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു. ഈ പഞ്ചായത്തിൽ യാത്ര ചെയ്യാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു റോഡുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഒരു റോഡിലും കുണ്ടും കുഴിയുമില്ലാത്ത ഒരു പഞ്ചായത്ത് ആയി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു റോഡുമില്ല. എല്ലാറ്റിലും കുണ്ടും കുഴിയുമാണ്. ഒരു റോഡിൽ കൂടെയും സഞ്ചരിക്കാൻ സാധിക്കുന്നില്ല. അതിനുവേണ്ടി ഒന്നും ചെയ്യാൻ ഇവിടുത്തെ ഭരണസമിതി തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. മേഖലാ പ്രസിഡന്റ് ജയശങ്കർ അധ്യക്ഷനായി. നേതാക്കളായ ജയൻ മാസ്റ്റർ, വി.സി. സന്തോഷ്, ഗോപി പൂവക്കോട്, എ. റഹീം, ഉണ്ണികൃഷ്ണൻ, ശ്രീദേവി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. യുവമോർച്ച എലവഞ്ചേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ CDS-ൽ നടന്നിട്ടുള്ള 1.7 കോടി രൂപയുടെ അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്നും അഴിമതിയിൽ പങ്കാളികളായവരെ ശിക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട് നടത്തിയ ധർണ യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ ഉദ്ഘാടനം ചെയ്തു. ശ്രീമതി സരിത അടിച്ചു മാറ്റിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, എലവഞ്ചേരിയിലെ പാവപ്പെട്ട അമ്മമാരെയും സഹോദരിമാരെയും വഞ്ചിച്ചുകൊണ്ട് നിങ്ങളെ സംരക്ഷിക്കുവാൻ ഇവിടെ ഒരു പോലീസും ഉണ്ടാവില്ല, നിങ്ങളുടെ ഒരു പാർട്ടിയും ഉണ്ടാവില്ല. കാരണം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് സഖാവ് പിണറായി വിജയന് അങ്ങ് വിയ്യൂരിലെ ജയിലിൽ നിന്ന് വോട്ട് ചെയ്യേണ്ട ഗതികേടിലേക്ക് ഈ കേരളം പോയിക്കൊണ്ടിരിക്കുകയാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി തന്നെ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മകൾ വീണ വിജയനും 2 പേരും ഉൾപ്പെടെ ജയിലിലേക്ക് പോകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. പ്രതിഷേധ ധർണയിൽ കൊല്ലങ്കോട് മണ്ഡലം വൈസ് പ്രസിഡന്റ് എസ്. സുധീഷ് അധ്യക്ഷനായി. ബി.ജെ.പി. കൊല്ലങ്കോട് മണ്ഡലം പ്രസിഡന്റ് കെ.ആർ. പ്രശാന്ത്, ജനറൽ സെക്രട്ടറി പി.സി. ശിവദാസ്, യുവമോർച്ച ജില്ലാ ഖജാൻജി എൽ. നിർമ്മൽകുമാർ, ജില്ലാ കമ്മിറ്റി അംഗം എം. ജിഷ്ണു, കൊല്ലങ്കോട് മണ്ഡലം ജനറൽ സെക്രട്ടറി ആർ. രാജേഷ്, ബി.ജെ.പി. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ആർ. ബിജു, മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ. ഗിരീഷ്, സെക്രട്ടറി വി. പരമേശ്വരൻ,
യുവമോർച്ച മണ്ഡലം സോഷ്യൽ മീഡിയ കൺവീനർ ജി അമൃതാനന്ദ ബാബു, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അർജുൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. എഴുമപ്പെട്ടി ചിറ്റണ്ട വളവിന് സമീപം നിയന്ത്രണം വിട്ട കാർ തോട്ടിലേക്ക് മറിഞ്ഞു. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വയനാട് നിന്ന് ആലപ്പുഴയിലേക്ക് പോകുകയായിരുന്ന കുടുംബം സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. വളവ് തിരിഞ്ഞു വരികയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് പാതയോരത്തെ നിറയെ വെള്ളമുള്ള തോട്ടിലേക്ക് മറിയുകയായിരുന്നു. ക്രെയിൻ എത്തിച്ച് നാട്ടുകാരുടെ സഹായത്തോടെയാണ് വാഹനം തോട്ടിൽ നിന്ന് കയറ്റിയത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കോർപ്പറേറ്റ് വൽക്കരണത്തിനും തൊഴിലാളി ചൂഷണത്തിനുമെതിരെ സോഷ്യൽ ഡെമോക്രാറ്റിക് ട്രേഡ് യൂണിയൻ പാലക്കാട് കലക്ട്രേറ്റ് ധർണ നടത്തി. FDTU സംസ്ഥാന വൈസ് പ്രസിഡന്റ് ES കാജ ഹുസൈൻ ധർണ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ കോർപ്പറേറ്റ് വൽക്കരണം അവസാനിപ്പിക്കുക, സ്പെഷ്യൽ എക്കണോമിക് സോണുകൾ ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് SDTU പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തിയത്. 100ഓളം പ്രവർത്തകർ സമരത്തിൽ പങ്കെടുത്തു. യൂണിയൻ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് മരക്കാർ ഒറ്റപ്പാലം അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ഇക്ബാൽ ഷൊർണൂർ സ്വാഗതവും മൊയ്തുട്ടി മുത്തു കൊപ്പം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പട്ടാമ്പി സർക്കാർ സംസ്കൃത കോളേജ് യൂണിയൻ മാഗസിൻ വോക്സ് പോപ്പുലി പ്രകാശനം ചെയ്തു. KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം ഗായകൻ ഹനാൻ ഷായ്ക്ക് നൽകി മാഗസിൻ പ്രകാശനം നിർവഹിച്ചു. പട്ടാമ്പി സർക്കാർ സംസ്കൃത കോളേജ് യൂണിയന്റെ നേതൃത്വത്തിലാണ് വോക്സ് പോപ്പുലി എന്ന പേരിൽ മാഗസിൻ തയ്യാറാക്കിയത്. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ മുൻ MLA VT ബൽറാം മാഗസിൻ പ്രകാശനം നിർവഹിച്ചു. സ്വാതന്ത്ര്യങ്ങൾ കവർന്നെടുക്കുന്ന കാലമാണിത്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ രാജ്യം പുറകോട്ടു പോകുന്നു. ഈ സാഹചര്യത്തിൽ അവകാശങ്ങളെക്കുറിച്ച് പുതുതലമുറയിലുള്ളവർ ജാഗരൂകരാകണമെന്ന് VT ബൽറാം അഭിപ്രായപ്പെട്ടു. പ്രശസ്ത ഗായകൻ ഹനാൻ ഷാ മുഖ്യ അതിഥിയായി. കോളേജ് പ്രിൻസിപ്പൽ CD ദിലീപ് അധ്യക്ഷനായി. യൂണിയൻ ചെയർമാൻ സഹൽ അഴകൻ, സ്റ്റാഫ് എഡിറ്റർ K രമ, KR നാരായണസ്വാമി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പ്രിന്റിംഗ് ഡിപ്പാർട്ട്മെന്റ് പെൻഷനേഴ്സ് ഫോറം കേരള ഷൊർണൂർ യൂണിറ്റ് വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും കുളപ്പള്ളി സർക്കാർ ടെക്നിക്കൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. സംസ്ഥാന പ്രസിഡന്റ് മാത്യു വി ജോൺ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് NP രാജനാരായണൻ അധ്യക്ഷത വഹിച്ചു. PPF അംഗം K കരുണാകരന്റെ ആത്മകഥ ചടങ്ങിൽ പ്രകാശനം ചെയ്തു. അംഗങ്ങളുടെ മക്കളിൽ ഉന്നത വിജയം നേടിയ ഡോക്ടർ KS ജിതിൻ, ഡോക്ടർ V സൗഭാഗ്, കോഴിക്കോട് സർവകലാശാലയിൽ നിന്ന് BA എക്കണോമിക്സിൽ 1ാം റാങ്ക് നേടിയ അനഘ നായർ എന്നിവരെ അനുമോദിച്ചു. P ഗോപിനാഥൻ, KO ജോസഫ്, VS സുദർശനൻ, M മോഹനചന്ദ്രൻ, K ശൈവപ്രസാദ്, K ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഭാരവാഹികളായി NP രാജനാരായണൻ പ്രസിഡന്റ്, V കുമുദാബായി വൈസ് പ്രസിഡന്റ്, VS സുദർശനൻ സെക്രട്ടറി, KO ജോസഫ് ജോയിന്റ് സെക്രട്ടറി, V വേണുഗോപാലൻ ട്രഷറർ തുടങ്ങിയവരെ തെരഞ്ഞെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കുളപ്പള്ളി INTC ഓട്ടോ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ഓണക്കിറ്റ് വിതരണം നടത്തി. DCC സെക്രട്ടറി VK ശ്രീകൃഷ്ണൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. P സെയ്ദ്, K വിനോദ്, K ജയരാജൻ, MK രവീന്ദ്രൻ, മണികണ്ഠൻ, ദിലീപ്, യൂസഫ്, ഫൈസൽ, സെയ്ദലവി തുടങ്ങിയവർ നേതൃത്വം നൽകി. വാടാനംകുറിശി സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഓണച്ചന്തയ്ക്ക് തുടക്കമായി. ഓണച്ചന്ത ഓങ്ങല്ലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രജീഷ് ഉദ്ഘാടനം ചെയ്തു. സർവീസ് സഹകരണ ബാങ്ക് വാടാനംകുറിശി ശാഖയുടെ ഓണച്ചന്തയ്ക്ക് ചൊവ്വാഴ്ച രാവിലെ തുടക്കമായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രജീഷ് നേന്ത്രക്കുല നൽകിക്കൊണ്ട് ചന്തയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഉത്സവ സീസണായി കഴിഞ്ഞാൽ പൊതുവെ നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കൂടുന്ന ഒരു സാഹചര്യമാണ് എല്ലാ കാലങ്ങളിലും ഉണ്ടാക്കിയത്. അത്തരം സമയങ്ങളിൽ വില പിടിച്ചു നിർത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റും അതോടൊപ്പം സഹകരണ മേഖലയിലുള്ള ബാങ്കുകളും നല്ല രൂപത്തിലുള്ള ഇടപെടലുകൾ എല്ലാ വർഷവും നടത്താറുണ്ട്. അത് ഓണമായാലും വിഷു ആയാലും എല്ലാം ഇത്തരത്തിലുള്ള ചന്തകളും മറ്റും നടത്താറുണ്ട്. സാധാരണക്കാർക്ക് ആ സമയങ്ങളിൽ മിതമായ നിരക്കിൽ അവശ്യ സാധനങ്ങൾ ലഭ്യമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള ചന്തകൾ നടത്തുന്നത്. ചടങ്ങിൽ ബാങ്ക് മുൻ വൈസ് പ്രസിഡന്റ് K അശോകൻ അധ്യക്ഷനായി. ബ്ലോക്ക് മെമ്പർ P പ്രസന്ന, ഷൊർണൂർ അർബൻ ബാങ്ക് വൈസ് ചെയർമാൻ PP വിജയൻ, ബാങ്ക് ഡയറക്ടർ അനിൽ, സ്മിത തുടങ്ങിയവർ സംസാരിച്ചു. ഉത്രാടം വരെയാണ് ചന്ത പ്രവർത്തിക്കുക. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഷൊർണൂർ കോപ്പറേറ്റീവ് സർവീസ് ബാങ്ക് ഓണച്ചന്ത നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് വൈസ് പ്രസിഡന്റ് MK രാമചന്ദ്രൻ അധ്യക്ഷനായി. ഡയറക്ടർ G സുധീർ സ്വാഗതം പറഞ്ഞു. ഡയറക്ടർമാരായ സജിൻ, ഗോപി പാലാട്ട്, സുശീല, ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറി C നാളിനി, C രാഗേഷ്, M അനൂപ് തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നടപടികൾ വൈകിയതിന്റെ കാരണം ജസ്റ്റിസ് ഹേമ നൽകിയ കത്തെന്ന് മുൻ സാംസ്കാരിക മന്ത്രി AK ബാലൻ.
ഇരകൾ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സ്വകാര്യത മാനിക്കണമെന്ന് കത്തിൽ നിർദ്ദേശിച്ചിരുന്നു. സർക്കാരിന് ഈ വിഷയത്തിൽ ഒന്നും ഒളിച്ചുവെക്കാനില്ലെന്നും കോടതി അനുമതി നൽകിയ സാഹചര്യത്തിൽ ശക്തമായ തുടർ നടപടികൾ ഉണ്ടാകുമെന്നും AK ബാലൻ. പി.കെ. ശശി വ്യാജ പരാതി ഉണ്ടാക്കി തന്നെ കൊടുക്കാൻ ശ്രമിച്ചെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ലെന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. ചില മാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ചു വന്ന വാർത്തയെക്കുറിച്ച് അറിയില്ല. പാർട്ടിയിലെ കാര്യങ്ങൾ മാധ്യമങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ബ്രാഞ്ച് അംഗത്തിന് KTDC ചെയർമാൻ പദവിയിലിരിക്കാൻ പാടില്ലെന്ന് എവിടെയും പറഞ്ഞിട്ടില്ലെന്നും EN സുരേഷ് ബാബു. അമ്പലപ്പാറ പഞ്ചായത്തിലെ ചുനങ്ങാട് മലപ്പുറത്ത് പാതയോരത്ത് കഞ്ചാവ് ചെടി കണ്ടെത്തി. മലപ്പുറം സ്കൂളിന് സമീപത്തെ വളവിൽ പാഴ്ചെടികൾക്കിടയിൽ കണ്ടെത്തിയത് 1 മാസം വളർച്ചയെത്തിയ കഞ്ചാവ് ചെടി. സംഭവത്തിൽ ഒറ്റപ്പാലം പോലീസ് അന്വേഷണം തുടങ്ങി. ഓങ്ങല്ലൂരിൽ വികസന മുരടിപ്പ് ആരോപിച്ച് BJP പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച്. കേന്ദ്ര പദ്ധതികൾ ഭരണസമിതി അട്ടിമറിക്കുകയാണെന്നും ആക്ഷേപം. എലവഞ്ചേരിയിൽ കുടുംബശ്രീ അഴിമതിയിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ യുവമോർച്ച ധർണ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.